പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ്. ചൊവ്വ 2025 സെപ്റ്റംബർ 13 അതായത് 1201 ചിങ്ങമാസം 28 തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. തൻ്റെ സുഖക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി. ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ. ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും. അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളുമൊക്കെ ചെയ്യുവാനുള്ളൊരു വാസനയുണ്ടാകും. അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന്. പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള ദിഗ്രഹയോഗം വലിയ അപകടമാണ്. ഗോപോ മല്ലോദക്ഷ പരയുവതിരഥ ദ്യൂതഗത്സാസുരേഢ്യേ. അസുരേഢ്യനോടുകൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും. പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾക്ക്. മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ്. അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാകും. പരയുവതിരഥ അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും. ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീ കാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക, സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക, അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക. ചൊവ്വ സാഹസികനാണ്, എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തന്നെ കാമുകിക്ക് വേണ്ടി. ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും, ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും. ദ്യൂതകൃത് അയാൾ ദ്യൂതത്തിൽ താല്പര്യം കാണിക്കും. ദ്യൂതം എന്നാൽ പഴയകാലത്ത് എന്താണ്? പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂതം. അപ്രകാരം മറ്റൊരു വിഷയം എന്താണ്? നമുക്ക് ചീട്ടുകളി മുതലായ ഗാംബ്ലിംഗ് ആയിട്ട് ബന്ധപ്പെടുന്നു. ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടമായി എടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട്. അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദിഗ്രഹയോഗം കാണുന്നുണ്ട്. ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത്. അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് 45 ദിനങ്ങളാണ്. 2025 സെപ്റ്റംബർ 13 മുതൽ ഒക്ടോബർ 27 വരെയുള്ള 45 ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത്. പിന്നെ ചൊവ്വ എവിടെ എത്തി? വൃശ്ചികത്തിലെത്തി, ധനുവിലെത്തി, മകരത്തിലെത്തി. ചൊവ്വ ബലവാനാവുകയാണ്. ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക. കന്നിരാശിയിലും നല്ല ഗുണമല്ല. പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും. അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ്. കന്നി ഫെമിനൈൻ സ്ത്രീ രാശിയാണ്. അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളാണ്. പക്ഷെ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ, ഷൺമുഖനെ, വേലായുധനെ തന്നെ ചിന്തിക്കണം. ഓം ഭജത് ഭുവേ നമഃ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം. ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ്. ചൊവ്വ നല്ലൊരു ടീച്ചറാണ്. പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ. അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വക്ക് ധാരാളം കഴിവുകളുണ്ട്. ഈ ഒരു ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ്, ഇതിലൊക്കെ ധാരാളം ഓട്ടം, ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രദാനം ചെയ്യും. ചൊവ്വ ഊർജമാണ്, സത്വമാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ 45 ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് നല്ല ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ചൊവ്വ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. പക്ഷെ 11ലെ ചൊവ്വക്ക് ഒരൊറ്റ ദോഷം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിട്ടുണ്ട്. സഹൃശൂന്യത അർത്ഥേജ പൈശൂന്യഭാവാൻ. തൻ്റെ പിശുനത്വം കൊണ്ട് തനിക്ക് ധനനഷ്ടവും ക്ലേശങ്ങളും ഉണ്ടാകും. എന്താണ് പിശുനത്വം? അന്യനെ ദുഷിച്ച് സംസാരിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ദുഷിച്ച് സംസാരിക്കുമ്പോൾ തനിക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പോലും നഷ്ടപ്പെടും.
അങ്ങനെ ധനനഷ്ടം ഉണ്ടാകും എന്നൊരു ഫലം മാത്രം പറഞ്ഞിട്ടുണ്ട് ചൊവ്വക്ക് ദോഷകരമായി. അല്ലെങ്കിൽ 11ാം ഭാവത്തിൽ സൂര്യൻ വന്നാലും ശനി വന്നാലും ചൊവ്വ വന്നാലും സലാഭ, തനിക്ക് ലാഭമുണ്ടാക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ധനുരാശിക്കാർക്ക് ചൊവ്വ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. ഒന്ന് 5ാം ഭാവം പ്രതിഭ ബുദ്ധി, മറ്റൊന്ന് 12ാം ഭാവം പതനം വീഴ്ച. അതിനാൽ എങ്ങനെയാണ് ഈ ചൊവ്വ 5ാം ഭാവത്തിന് ഗുണമാവുന്നത്? സന്താനങ്ങൾ ഉണ്ടാകും, സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തണം. നിർബന്ധമായും ഒരു സന്താനങ്ങൾക്ക് അനുകൂലമായിരിക്കും ധനുരാശിക്കാർ. അപ്രകാരം തന്നെ പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ തങ്ങൾക്ക് നല്ല കുഞ്ഞിക്കാൽ തങ്ങളുടെ മക്കൾക്ക് കാണാനുള്ള ഒരു സൗഭാഗ്യം സിദ്ധിക്കും. ബുദ്ധിപരമായ വിഷയത്തിൽ പഠിച്ച് മുന്നോട്ട് പോകാം. ബൗദ്ധികമായ തലത്തിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും ഈ ചൊവ്വ. ചൊവ്വ ഉപദേശഗ്രഹമാണ്. അതിനാൽ ജോലി സംബന്ധിച്ച വിഷയത്തിലായാലും പഠന വിഷയത്തിലായാലും ഈ ചൊവ്വ 11ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം നന്മകൾ ധനുരാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്ന ചൊവ്വയാണെന്ന് അറിയുക. ഇത് മന്ത്രപതിയാണ്. അതിനാൽ സുബ്രഹ്മണ്യ മന്ത്രം ജപിക്കണം. നവഗ്രഹത്തിൽ ചൊവ്വയുടെ മന്ത്രം ജപിക്കണം. ധരണീഗർഭ സംഭൂതം വിദ്യുൽകാഞ്ചന സന്നിഭം കുമാരം ശക്തി ഹസ്തഞ്ച മംഗളം പ്രണമാമ്യഹം എന്ന് ചൊവ്വയുടെ ആ മന്ത്രം ഓം അങ്കാരകായ നമഃ. അപ്രകാരം തന്നെ ഷഷ്ഠിവ്രതം എടുക്കാം. ഒക്ടോബർ 27 വരെ ഈ ചൊവ്വ ധനുരാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് അറിയുക. സന്താന ശ്രേയസ്സാണ് ഇതിൽ ഏറ്റവും മുഖ്യം. സന്താനങ്ങൾ പഠനത്തിന് വേണ്ടി വിദേശത്തേക്ക് പോവുക, അവർക്ക് ധനം ലഭിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുക, ഇതൊക്കെ ധനുരാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായി വരുന്ന ഒരു ചൊവ്വയാണ്. ഈ 12 രാശിക്കാരിലും ഈ ചൊവ്വ വളരെയധികം സ്വാധീനം ചെലുത്തും. ഈ 45 ദിവസക്കാലം ഒക്ടോബർ 27 വരെയുള്ള ദിനങ്ങൾ ധനു രാശിക്കാർക്കെന്ന് അറിയുക. ഈ ചൊവ്വ വൈകല്യവാനാണ്. അപ്പോൾ 12ാം ഭാവാധിപനാണ്. അപ്പോൾ അതെങ്ങനെ ബാധിക്കും? വളരെയധികം ശ്രദ്ധിക്കണം. 12ാം ഭാവം ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരും, ഉദരസംബന്ധമായ രോഗങ്ങൾ വരും. ഇതൊക്കെ ചൊവ്വ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു 11ലെ ചൊവ്വക്ക് നല്ല ഫലം പറഞ്ഞു. പക്ഷേ ദാമ്പത്യത്തിൽ ഭാര്യാസന്താനങ്ങളുമായി കലഹിക്കും എന്നൊരു ഫലമുണ്ട്. കുജപീഡയതി ലാഭകഃ അപത്യ ശത്രു, തൻ്റെ ശത്രുക്കളെയും സന്താനങ്ങളെയും താൻ പീഡിപ്പിക്കും. ഭവേ സന്മുഖോ ദുർമുഖോബി പ്രതാവാൻ, താൻ എത്ര ദുർമുഖനാണെങ്കിലും തൻ്റെ സ്വഭാവം വളരെ മോശമാണെങ്കിലും തൻ്റെ പ്രതാപം കൊണ്ട് താൻ എന്താക്കും? നല്ല മുഖത്തോടുകൂടി സമൂഹത്തിൽ ശോഭിക്കും. തൻ്റെ ആ വ്യക്തിപ്രഭാവം, താൻ എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും 11ൽ ചൊവ്വ നിൽക്കുമ്പോൾ തൻ്റെ പ്രഭാവത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാൻ ഷോ ഓഫ് കാണിക്കാൻ കഴിയും. അന്യരുടെ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും ആരോടും സംസാരിക്കാതിരിക്കുന്നത് വളരെയധികം തനിക്ക് ഗുണപരമായി തീരുമെന്ന് അറിയുക. ഇവിടെ മന്ത്രം ഞാൻ പറഞ്ഞു, പ്രാർത്ഥനകൾ പറഞ്ഞു. ധനുരാശിക്കാർക്ക് ഈ ചൊവ്വയുടെ കാരകത്വ ഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? സഹോദര ലാഭമുണ്ടാകും, ഭൂലാഭമുണ്ടാകും, ഭൂമിപരമായ വാങ്ങലുകൾ കൊടുക്കലുകൾ കർമ്മം ഇതൊക്കെ ചെയ്യാം. അതിനൊക്കെ അനുകൂലമാണ് ഈ 11ലെ ചൊവ്വ. അപ്രകാരം ലാഭത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.